ഹലോ ഡിയേഴ്സ്, ആരും ഫാഷൻ കോർണറിലേക്ക് എവിടെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തമ്പനയിൽ കാണുന്ന പോലുള്ളൊരു പിക്ചർ അതാണ് നമ്മളിന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. പിക്ചറല്ല കേട്ടോ, അതൊരു ഡ്രസ്സ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം എന്നോർത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്കും നമുക്ക് എങ്ങനെ ചെയ്തെടുക്കും, ഒരു ഡ്രസ്സിൽ നിന്ന് അളവെടുത്തിട്ട് എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. പാനൽ കട്ട് കുർത്തിയാണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഒരു ടോപ്പ് എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മെഷർമെൻ്റ് എടുക്കാം എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെയല്ല നിവർത്തിയിട്ടതിന് ശേഷം ടേപ്പ് എടുത്ത് ഷോൾഡറിൻ്റെ പോർഷനിൽ വെച്ച് ഒന്ന് അളന്ന് നോക്കിയിട്ട് ഒരു ഷോൾഡറിൻ്റെ ആ ജോയിനിങ് നിന്ന് അടുത്ത സൈഡിലേക്ക് ആ ജോയിനിങ് വന്നിട്ടുള്ള ആ പോർഷനിലേക്ക് എത്രയാണ് ലെങ്ത്ത് വന്നിരിക്കുന്നത് അതാണ് നമ്മൾ ഷോൾഡറിൻ്റെ മെഷർമെൻ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. 11.5 ഇഞ്ചാണ് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ അളന്നെടുത്തിട്ട് എത്രയാണ് കിട്ടുന്നതെന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ലെങ്ത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആം ഹോൾ ലെങ്ത്ത് എടുക്കാവുന്ന ഒരു മെത്തേഡാണ് ഈ കാണിക്കുന്നത്. എവിടെയും വരയ്ക്കാണോ നമുക്ക് ആ ഒരു ലെങ്ത്ത് വന്നേക്കുന്നത് അവിടെ വെച്ച് നമ്മൾ ടേപ്പ് ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് മെഷർമെൻറ്റ് നല്ലപോലെ ഒന്ന് നിവർത്തി പിടിച്ച് അയൺ ചെയ്ത ഒരു ഡ്രസ്സാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പം നമുക്ക് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേസ്റ്റിലേക്കുള്ള ലെങ്ത്താണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. എനിക്കവിടെ 13.5 ഇഞ്ച് ആണ് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. 13.5 അല്ലെങ്കിൽ 14 ആ ഒരു കണക്കായിരിക്കും നമുക്ക് ഒരു 40 ചെസ്റ്റ് വരുന്നവർക്കൊക്കെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ 40 ഇഞ്ച് വിട്ടുള്ള ചെസ്റ്റ് മെഷർമെൻ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഈ 14 ഇഞ്ച് ലെങ്ത്തിലേക്ക് നമ്മൾ വേസ്റ്റ് മെഷർമെൻ്റ് എടുത്ത് കഴിയുമ്പോഴത്തേനും അവിടെ നമുക്ക് റൗണ്ട് എത്ര വേണം എന്നുള്ളത് ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ശേഷം ഏറ്റവും ഫസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് ഫുൾ ലെങ്ത്താണ്. ഷോൾഡറിൻ്റെ പോർഷനിൽ നിന്ന് ഏറ്റവും താഴേക്ക് വേണ്ടുന്ന ഒരു ലെങ്ത്ത്, അതാണ് ഫുൾ ലെങ്ത്ത്. അതൊന്ന് അളന്നെടുത്ത് അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, എല്ലാം നമ്മൾ അളന്നെടുത്തതിന് ശേഷം അവിടെ എഴുതി വെക്കണം. അപ്പോഴാണ് നമുക്ക് അടുത്തൊരാവശ്യത്തിനായിട്ട് ഉപകരിക്കുള്ളൂ. ഇനി നമ്മളിപ്പോൾ ഇവിടെ ഹിപ്പ് ലെങ്ത്താണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സ്ലിറ്റിൻ്റെ ഓപ്പണിങ്, അതായത് സൈഡ് സ്ലിറ്റ് ഓപ്പണിംഗ് ഉള്ള ചുരിദാറാണെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് എത്ര ലെങ്ത്തിലാണ് വരേണ്ടത് അതിൻ്റെ അവിടുത്തെ വിട്ടും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എല്ലാം അറിയണം. ഒട്ടും തന്നെ അറിയാൻ പാടില്ലാത്തവർക്കുള്ള ഒരു മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇനി കഴുത്തിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എടുക്കുന്നതാണ് അവിടെ കാണിക്കുന്നത്. ഇനി ലെങ്ത്ത് എടുക്കാനായിട്ട് നമ്മൾ മേലെ ഒരു സ്കെയിൽ വെച്ച് കൊടുക്കാം. ശേഷം അതിൻ്റെ താഴേക്കായിട്ട് കറക്റ്റായിട്ട് കഴുത്തൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ടേപ്പ് പിടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിരിക്കും. നെക്കിൻ്റെ വിഡ്ത്തും നമ്മൾ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് സ്ലീവിൻ്റെ കൈയിൻ്റെ ലെങ്ത്താണ് എടുക്കുന്നത്. അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇപ്പം ഈ കാണിക്കുന്ന പോർഷനിൽ എത്ര വിഡ്ത്ത് വരുന്നുണ്ടെന്ന് നോക്കാം. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് സ്ലീവിൻ്റെ ടോപ്പ് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി അടുത്തത് എടുക്കാൻ പോകുന്നത് സ്ലീവിൻ്റെ ബോട്ടം വിഡ്ത്താണ്. അപ്പോൾ ഏത് ലെങ്ത്തിലുള്ള സ്ലീവിനാണെങ്കിലും നമ്മളിങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇനി താഴെ വരുന്ന സ്ലാൻഡിങ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു ചെരിവ്, സ്ലാൻഡിങ് എന്ന് പറയുമ്പോൾ ചെരിവ്, അത് എത്ര വരുന്നുള്ളത് ഒന്ന് വരച്ച് എഴുതി വെക്കുക. ഓക്കെ, ഇതുപോലെയും കൂടി ഒന്ന് ടേപ്പ് നമ്മൾ പിടിച്ചു കൊടുക്കാം. അതായത് ഷോൾഡർ ബിറ്റിൽ നിന്ന് അവിടെ നിന്ന് നമുക്ക് ആ കൈക്കുഴിയുടെ അവിടേക്ക് എത്ര മെഷർമെൻറ്റ് വരുന്നുണ്ട്. ഇത്രയും മെഷർമെൻറ്റ് എടുത്ത് വെച്ചാൽ ഒരു കൈ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരു ടോപ്പിൻ്റെ സ്ലിറ്റ് ടോപ്പാണെങ്കിൽ അതിൻ്റെ താഴെ എത്ര വിഡ്ത്ത് വരും എന്നുള്ളതും കൂടി നമ്മൾ അളന്ന് എഴുതി വെക്കണം കേട്ടോ. അത് ഒട്ടും അറിയാൻ പാടില്ലാത്തവർക്കുള്ളൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് ഇങ്ങനെ. ഓക്കെ, ഇനി ഇതിനൊരു കാൽക്കുലേഷൻ ചെയ്യാണ്ട് അതും കൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇത്രയും മെഷർമെൻറ്റ്സ് നമ്മൾ അവിടെ എഴുതി വെച്ചതിന് ശേഷം പാനൽ കട്ട് കുർത്തിക്ക് നമുക്ക് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടത് എന്നാണ് പറഞ്ഞു തരുന്നത്. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ 20ആണ്. വൺ സൈഡ് ഫ്രണ്ടിലെ മെഷർമെൻറ്റ് മാത്രമാണ് 20. അവിടെ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചെസ്റ്റ് വിഡ്ത്ത് 20. ഇനി രണ്ട് സൈഡിലേക്കും സീം അലവൻസ് 1.5 ഇഞ്ച് ആവശ്യമുണ്ട്. അപ്പോൾ 3 ഇഞ്ച് ആവശ്യമുണ്ട്. അപ്പോൾ 20ൻ്റെ കൂടെ നമ്മൾ ആ 3ഉം കൂടി കൂട്ടി 23 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്രണ്ടിലേക്ക് മാത്രമുള്ള ഒരളവാണ്.
ബാക്കിലേക്ക് ഇതുപോലെ തന്നെ നമ്മൾ കണക്കാക്കണം കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ് ഈ ഒരു മെത്തേഡ് പറഞ്ഞു തരുന്നത്. ഇനി ഈ 23-നെ നമ്മൾ 8 പാനലായിട്ട് കട്ട് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 23-നെ 8ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 പോയിൻറ്റ് സംതിങ് ആണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഈ ഓരോ പീസിൻ്റെയും സൈഡിലേക്ക് 2 സൈഡിലേക്കായിട്ടും 1/2 ഇഞ്ച് വീതം സീം അലവൻസ് ആവശ്യമായിട്ട് വരും, തയ്യൽ തുമ്പ്. അപ്പോൾ ഹാഫ് കൂട്ടുമ്പോൾ 1 ഇഞ്ച് നമുക്ക് സീം അലവൻസ് വേണം. അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത്, അതായത് 2.5 ആണ് കിട്ടിയിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടി 3.5 ആണ് ഒരു പാനലിന് വേണ്ടുന്ന വിഡ്ത്തായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ, ഇത്രയും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി ഈ കാൽക്കുലേഷൻ അനുസരിച്ചാണ് നമ്മൾ ഓരോ മെറ്റീരിയലും ഒരു പീസും കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മേലത്തെ ചെസ്റ്റിൻ്റെ പോർഷനിലേക്ക് നമുക്ക് ഒരു പീസിന് എത്ര ഇഞ്ചാണ് ആവശ്യമായിട്ട് വരുന്നത്, അതിൻ്റെ *3 അല്ലെങ്കിൽ *2 അതാണ് നമുക്ക് താഴത്തെ വിരിവിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. 45 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെ കട്ട് ചെയ്യാം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. 8 പാനലുള്ള ഒരു പീസായിട്ട്, ഒരു ടോപ്പിന് വേണ്ടുന്ന പീസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ആ മെറ്റീരിയലിൽ ഉണ്ടാവുന്ന ഫോൾഡിംഗ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇനി ഒരു ഫോൾഡിങ്ങും കൂടി, ഒരു മടക്കും കൂടി കൊടുത്തു. ഇനി ഒരു മടക്കും കൂടി നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മടക്കി വരുമ്പോഴത്തേനും നമുക്ക് ആ മടക്കിൽ 4 പീസ്, 8 പീസ് നമുക്ക് കാണാൻ പറ്റും. 4 മടക്ക് കൊടുത്ത് കഴിയുമ്പോഴത്തേനും അതിൽ നമുക്ക് 8 പീസായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ മടക്കിയതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര പീസ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന്. ഇങ്ങനെ നോക്കുമ്പോൾ 8 പീസ് കാണാൻ പറ്റണം. ഓക്കെ, ഇതിൻ്റെ ലെങ്ത്ത് നമ്മുടെ ടോപ്പിന് നമുക്ക് എത്രയാണോ ലെങ്ത്ത് ആവശ്യമുള്ളത് അത് കണക്കാക്കി ഇടണം. സീം അലവൻസ്, തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതനുസരിച്ചാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഫോൾഡിങ്, മടക്കുള്ള ഭാഗമാണ്. മടക്കുള്ള ഭാഗത്ത് ഞാൻ അവിടെ 2 ഇഞ്ചാണ് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നിവർത്തി വരുമ്പോൾ ഏകദേശം 4 ഇഞ്ചിൻ്റെ അവിടേക്ക് വരും. കറക്റ്റ് 2 ഇഞ്ച് നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 4 ഇഞ്ച് കിട്ടും. ഓക്കെ, ലെങ്ത്ത്, ഇവിടെ എടുത്തിരിക്കുന്ന ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത്, 14 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത്ത് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ അതാണ് നമ്മളവിടെ ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 2 സൈഡിൽ നിന്നും ഈ കാണുന്ന രീതിയിൽ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മളിങ്ങനെ 2 ഇഞ്ച് വിട്ടും 14 ഇഞ്ച് ലെങ്ത്തുമായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇതൊരു സാമ്പിൾ മാത്രമാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻ്റ് അനുസരിച്ച് വേണം ഇവിടെ മെഷർമെൻ്റ് എല്ലാം എടുക്കാനായിട്ട്. ഇതൊരു മെത്തേഡ് മാത്രമാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഹിപ്പിൽ, അതായത് വേസ്റ്റിൽ നിന്ന് താഴേക്ക് വരുന്ന ആ ഒരു ലെങ്ത്താണ് അവിടെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അത് ഈ കാണുന്ന രീതിയിൽ ഒന്ന് ക്രോസ് ആയിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക. സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കണം കേട്ടോ. ശേഷം നമ്മൾ കർവ് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് കർവ് ചെയ്തും കൂടി എടുക്കേണ്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കട്ടിങ് മാർക്ക് പോയിൻറ്റഡ് ആയിട്ട് കിടക്കും. അങ്ങനെ കിടക്കാൻ പാടില്ല, നമുക്ക് ഫ്ലോയി ആയിട്ട് വരണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ എന്നാലാണ് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് കണക്കാക്കി വേണം നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇതിപ്പോൾ പാറ്റേൺ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കി കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാം, തെറ്റില്ലാതെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് തുണിയിലേക്ക് കട്ട് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമില്ല. ഇതിപ്പോൾ ബാക്കിനും ഫ്രണ്ടിനും വേണ്ടുന്ന പീസുകൾ നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 8 പീസ് ബാക്കിലേക്കും 8 പീസ് ഫ്രണ്ടിലേക്കും ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് മെറ്റീരിയൽ എങ്ങനെയാണ് നമ്മളിത് കട്ട് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന മെറ്റീരിയൽ 45 ഇഞ്ച് വിഡ്ത്തുള്ള മെറ്റീരിയലാണ്. ഓൾറെഡി അതിനെ ഫോൾഡ് ചെയ്ത് മടക്കിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെഷർമെൻറ്റ് എത്രയാണെന്നുള്ളതും കൂടി അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ആ പേപ്പർ മടക്കിയ അതേ രീതിയിൽ നമ്മൾ ഈ തുണീനെ മടക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ എത്ര ഫോൾഡ് അവിടെ കൊടുത്തിട്ടുണ്ടെന്ന്. നമ്മൾ ഫൈനലി അത് നോക്കുമ്പോഴത്തേനും 8 പീസ് നമുക്ക് അവിടെ ഉണ്ടോ എന്നുള്ളത്
കാണണം കേട്ടോ. ഇപ്പോൾ ബോർഡർ ഇതിപ്പോൾ ഞാനൊരു സാരിയാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. നമ്മൾ മിക്കവാറും എടുക്കുന്ന മെറ്റീരിയലിന് ഈ 45 ഇഞ്ച് വിടുത്തുള്ള മെറ്റീരിയൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. വിടുത്ത് കൂടുതലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ പാനൽ കിട്ടാനായിട്ട് ഉപകരിക്കും. ഓക്കെ, പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും നമ്മൾ ഫോൾഡ് ചെയ്ത് 8 പീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് അതിൽ പേപ്പറിൽ വരച്ചതുപോലെ തന്നെ നമ്മൾ ഇവിടെയും വരയ്ക്കുകയാണ്. അപ്പോൾ 2 ഇഞ്ചാണ് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഈ സൈഡിൽ 2 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 14 ഇഞ്ച് ലെങ്ത്തും കൂടി മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഇതുപോലെ സാരിയോ അല്ലെങ്കിൽ നല്ല മെറ്റീരിയൽ ആണെങ്കിലും അതിൻ്റെ ആ എഡ്ജിൽ നിന്ന് തുമ്പിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ടിട്ട് വേണം നമ്മൾ മാർക്കിംഗ് എല്ലാം കൊടുക്കാനായിട്ട്. തുമ്പ് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയാനായിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ശേഷം നമ്മളിങ്ങനെ 14 ഇഞ്ച് ലെങ്ത്തിലും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കണേ. നമുക്ക് എത്രയാണോ ഈ ടോപ്പിന് ലെങ്ത്ത് ആവശ്യമുള്ളത് അത്രയും നീളത്തിലേക്ക് നമ്മൾ ഈ മെറ്റീരിയൽ മടക്കിയിട്ടതിന് ശേഷം വേണം നമ്മൾ ഇതിൻ്റെ അങ്ങേ അറ്റത്ത് മടക്കിയിട്ട് നമ്മൾ ആ എത്ര ഇഞ്ചാണ്, ഞാനിപ്പോൾ 50 ഇഞ്ചാണ് ഈ ഒരു ടോപ്പിന് വേണ്ടിയിട്ട് ലെങ്ത്തായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 50 ഇഞ്ച് ഞാൻ ലെങ്ത്ത് വൈസ് അങ്ങോട്ടേക്ക് നീക്കി എടുക്കണം. അത്രയും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇനി അങ്ങേ അറ്റത്തു നിന്നാണ് കേട്ടോ ഇനി അടുത്ത മാർക്കിംഗ് വരുന്നത്. പേപ്പറായപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ തുണിയിലാകുമ്പോൾ നമുക്ക് 50 ഇഞ്ച് എവിടെയാണ് വരുന്നത് അവിടെ വരെ അളക്കുക, അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം അവിടെ മാർക്ക് ചെയ്തെടുത്ത് നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇനി ഈ കട്ട് ചെയ്ത് എടുക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാലാണ് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്നത്. ആ കട്ട് ചെയ്തെടുക്കുന്ന പോർഷനിൽ നിന്നാണ് ഞാൻ 14 ഇഞ്ച് അങ്ങോട്ടേക്ക് ബാക്കിലോട്ട് ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെയും ആ 2 ഇഞ്ച് വിഡ്ത്തിൽ ഞാനൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഡൗട്ട് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഈ 14 ഇഞ്ച് ലെങ്ത്ത് 2 സൈഡിൽ നിന്ന് നമ്മൾ വരച്ചതിൻ്റെ നടുക്കുള്ള പോർഷനാണ് നമ്മൾ സ്ട്രെയിറ്റായിട്ട് ഒന്ന് ക്രോസ് ലൈൻ കൊടുക്കുന്നത് അവിടെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. ഇത്രയും കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് വിഡ്ത്തുള്ള പോർഷനിൽ എത്ര വിഡ്ത്ത് വരുന്നുണ്ടെന്നുള്ളത്. ഇവിടെ എനിക്ക് ഏകദേശം ഒരു 4.5 ഇഞ്ചാണ് ഏറ്റവും കൂടുതൽ വിഡ്ത്തുള്ള പോർഷനിൽ വിഡ്ത്ത് വന്നിരിക്കുന്നത്. കുറഞ്ഞ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ 8 പീസില്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ആ തുമ്പ് പോർഷൻ നമ്മൾ ഒഴിവാക്കി കളഞ്ഞിട്ട് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് ഒഴിവാക്കി കളഞ്ഞ് ജസ്റ്റ് ആ ആവശ്യമില്ലാത്ത പോർഷനെ കട്ട് ചെയ്ത് കളയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ശേഷം നമുക്ക് എത്ര ലെങ്ത്ത് ആവശ്യമുണ്ട് അതനുസരിച്ച് ആ ഒരു ലൈൻ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവിടെയും നമ്മുടെ ആവശ്യമായ ലെങ്ത്ത് അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണേ. കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സ്ലോയിൽ തന്നെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ 8 പീസാണ് ഉള്ളത്. 8 പീസ് നമുക്ക് ഫ്രണ്ടിലോട്ട് അല്ലെങ്കിൽ ബാക്കിലോട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാത്രമാണ് കിട്ടുന്നത്. അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ലൈൻ അനുസരിച്ച് ഞാൻ ഇങ്ങേ അറ്റത്ത് നിന്ന് ഒന്ന് കട്ട് ചെയ്ത് തുടങ്ങുകയാണ്. ഇവിടെ നമ്മൾ മറക്കരുത് 2 ഇഞ്ച് വിഡ്ത്തും അതുപോലെ തന്നെ 14 ഇഞ്ച് ലെങ്ത്തുമാണ് എടുത്തിരിക്കുന്നത്. 8 പീസ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കണക്ക് വന്നിരിക്കുന്നത്. പാനൽ നമ്മൾ കൂട്ടിയെടുക്കുകയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ 2 ഇഞ്ചിന് പകരം നമുക്ക് വീതി കുറച്ച് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പാനലിൻ്റെ എണ്ണം കൂടും. അതിന് കണക്കാക്കി നമുക്ക് അവിടെ മെഷർമെൻറ്റ് എടുക്കാനായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. അതൊന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത പീസിനെ എല്ലാം ജസ്റ്റ് ഒന്ന് നമ്പർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്പർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ നല്ലപുറവും പൊട്ടപ്പുറവും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ നല്ലപുറവും പൊട്ടപ്പുറവും മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിനെ ഒന്ന് നിവർത്തി എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നിവർത്തി എടുത്തിട്ട് 8 പീസിനെ നമ്മളൊന്ന് വരച്ച് ഇങ്ങനെ താഴെ
വിരിച്ചിട്ടിരിക്കുകയാണ്. വിരിച്ചിട്ട് കഴിയുമ്പോൾ കണ്ടോ ആ ബോർഡർ വരുന്നത് നമ്മൾ രണ്ട് സൈഡിലേക്കായിട്ട് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ആ ബോർഡർ വരുന്ന പീസ് നമുക്ക് ചെറിയ പീസായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിന് രണ്ട് സൈഡിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്തെടുത്ത ഓരോ പാനലിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. വിഡ്ത്ത് കുറഞ്ഞ പോർഷൻ എല്ലാം മേലേക്കും വിഡ്ത്ത് കൂടിയ ഭാഗമെല്ലാം താഴേക്കും വരുന്ന രീതിയിൽ എല്ലാ പീസും നമ്മുടെ കയ്യിൽ കിട്ടിക്കുന്ന എല്ലാ പീസും നമ്മൾ ആ രീതിയിലൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഈ സ്റ്റിച്ച് ചെയ്ത് എടുത്ത പീസിനെ ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്തെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ രണ്ട് പീസും, അതായത് ഫ്രണ്ടിനും ബാക്കിനും വേണ്ടുന്ന പീസിനെ ഒന്നിച്ച് വെച്ച് നമ്മൾ ഒന്ന് മടക്കി ഇട്ടിരിക്കുകയാണ്. ഇനി ഇതിൽ നമുക്ക് ടോപ്പിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിന് പകരം ഇത് ഇപ്പോൾ ഡയറക്റ്റായിട്ടാണ് ഞാൻ അളവ് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നല്ല മെറ്റീരിയലെല്ലാം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ലൈനിങ് പീസ് നമ്മൾ എ ലൈനായിട്ട് കട്ട് ചെയ്തെടുക്കുക. എ ലൈൻ കുർത്തിക്ക് ആവശ്യമായ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആ പീസ് നമ്മൾ ഇതിൻ്റെ മേലെ വെച്ച് നമുക്ക് ഈ പാനൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് വേഗം തന്നെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല, വെറുതെ ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ മെഷർമെൻ്റ് ഉള്ള ടോപ്പ് ഏതാണോ അത് വെച്ചിട്ടാണ് ഞാൻ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് എവിടെയാണോ വരുന്നത് അവിടം വരെയാണ് നമുക്ക് ഷേപ്പ് ആവശ്യമുള്ളത്. ഇനി ഹിപ്പ് മെഷർമെൻറ്റ് വരെ ഷേപ്പ് കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേസ്റ്റിൽ നിന്ന് തന്നെ സ്ട്രേറ്റ് ലൈനായിട്ട് താഴേക്ക് കൊടുക്കാം കേട്ടോ. നമുക്ക് കൂടുതൽ വയറുള്ളവരോ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് താഴേക്ക് ഷേപ്പ് ഹിപ്പിൻ്റെ അവിടം വരെ ഷേപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചൊന്ന് വൃത്തികേടായിട്ട് നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് വേസ്റ്റ് വരെയുള്ള പോർഷൻ, വേസ്റ്റിൽ നിന്ന് ജസ്റ്റ് ഒരു 1 ഇഞ്ചോ 2 ഇഞ്ചോ മാത്രം താഴേക്ക് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അവിടുന്ന് താഴേക്കുള്ള പോർഷൻ നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് വിടാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ച് മാർക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കൃത്യമായി തന്നെ കഴുത്തും കൈയും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ തയ്യൽ തുമ്പ് നമ്മൾ മറക്കാതെ ഇട്ട് കൊടുക്കണം കേട്ടോ. തയ്യൽ തുമ്പ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്ത പണി വെള്ളത്തിലായി പോകും. അപ്പോൾ ഫോൾഡിങ് സൈഡ്, മടക്കുള്ള സൈഡ് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം വേണം നമ്മൾ ബാക്കി കഴുത്തും ഷോൾഡറും ആം ഹോളും എല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഫൈനൽ ലുക്ക് നല്ല ഭംഗിയാണ്. ഞാനിവിടെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നിങ്ങൾക്കിവിടെ കാണിച്ചിട്ടില്ല, കാരണം അതും കൂടി വരുമ്പോഴത്തേനും ഭയങ്കര വലിയൊരു വീഡിയോ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ പാനൽ കുർത്തിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്നത് ഇതുപോലെ പാനൽ കട്ട് ചെയ്യാനും അത് എങ്ങനെ നമുക്ക് ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാനും പറ്റും എന്നുള്ള ഒരു ഡൗട്ടാണ് നമുക്കിവിടെ ക്ലിയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒട്ടും തന്നെ തയ്യലറിയാത്തവർക്കും ചെയ്തെടുക്കാൻ പറ്റാവുന്ന രീതിയിൽ നമ്മുടെ അളവ് ടോപ്പിൽ നിന്നും അളവെടുത്ത് ചെയ്യാനായിട്ട് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ആം ഹോളിന് വേണ്ടുന്ന മാർക്കിങ് നമ്മൾ അവിടെ ഓൾറെഡി ഒരു L ഷേപ്പിൽ കൊടുത്തിട്ട് പിന്നെ നമ്മൾ കർവ് സ്കെയിൽ വെച്ചിട്ട് കർവ് ചെയ്ത് എടുക്കാണല്ലോ ചെയ്യാറ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് 1.5 ഇഞ്ച് സീം അലവൻസ് തയ്യൽ തുമ്പ് നമ്മൾ സൈഡിൽ അവിടെ കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, ഇത് നമുക്ക് നെക്കാണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും വി നെക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ വി നെക്കിൽ ഇതുപോലെ ഒരു പോൾക്ക ബട്ടൺസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പോൾക്ക ബട്ടൺ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അതും കൂടി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കണം. ഓക്കെ, ഇതാണ് എൻ്റെ ഫൈനൽ പിക്ക് വരുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടിക്കോളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരയ്ക്കും ബൈ. ഇത് നമുക്ക് വീട്ടിലിടാം എന്ന് കരുതിയിട്ട് ഫ്രണ്ടിൽ കുറച്ച് ഫ്രില്ലും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ.